നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 705. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 705. ഇന്ന് 199 സർഗം തുടങ്ങണം. അതിന് അപ്പോൾ ഇന്നലെ 198 സർഗത്തിൽ അവസാനത്തെ ശ്ലോകം പൈമേച്ചു വൃന്ദാവടിവിൽ കളിച്ച നാഥൻ്റെ തൃക്കാൽ പൊടിയേൽപ്പതിനാം കൊതിപ്പത് ഈ ഞങ്ങൾ പൊളിന്തമാർ പോലതൊന്നു താനോർപ്പതു ഗോപിമാരും. ഞങ്ങൾക്ക് മോക്ഷമൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഭഗവാന്റെ തിരുപാദപത്മത്തിലെ മൺപൊടികൾ, മൺതരികൾ ഞങ്ങളുടെ ശിരസ്സിൽ അണിഞ്ഞാൽ മതി. ഞങ്ങൾക്ക് അതാണ് ഭക്തിയുടെ ഏറ്റവും വലിയൊരവസ്ഥ, ഭാവനയിൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നമുക്ക് ഋഷിമാരോട് ഭഗവാന്റെ സജ്ജന മാഹാത്മ്യ കഥനം എന്നാണ് ഇനി നമുക്ക് പറയാനുള്ളത്. 199 സർഗം. ഒന്നാമത്തെ ശ്ലോകം. പാഞ്ചാലിയും രുക്മിണിയും മറ്റും ചൊൽവതറിഞ്ഞുടൻ വന്നു ചേർന്നു പല പുണ്യമുൾ തെങ്ങിയ വരാങ്കികൾ. ഒരുപാട് ആൾക്കാർ ഭഗവാനെ വന്ന് തൊഴണു, നമസ്കരിക്കണു, പോകണു. പാഞ്ചാലിയും രുക്മിണിയും മറ്റും ചൊൽവതറിഞ്ഞുടൻ വന്നു ചേർന്നു പല പുണ്യമുൾ തെങ്ങിയ വരാങ്കികൾ. പുണ്യം ഏറി നിൽക്കുമ്പോഴാണ് ഭാഗവതം പഠിക്കണമെന്ന് തോന്നുള്ളൂ. പുണ്യം കൂടുതലുണ്ടായിരിക്കണം. കാരണം ഭഗവാൻ പാപപുണ്യങ്ങളെ മനസ്സിലാക്കി പുണ്യം അധികരിച്ച വ്യക്തികളിൽ കൃപ ചൊരിയും. കാരണം എന്താ? അവർക്ക് വേണ്ടി ജീവിക്കണില്ല, അവർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണവർക്കാണ് പുണ്യം കൂടുക. അച്ഛനെയും അമ്മയും നോക്കാണ്ട് ഭാര്യേനെയും മക്കളെയും ഞാൻ നോക്കണുണ്ടല്ലോ എന്ന് പറഞ്ഞത് ഒരു ആശ്വാസമല്ല. അപ്പോൾ ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കണില്ല. കാരണം ഇവിടെ പറഞ്ഞതിൻ്റെ താല്പര്യം ഞാൻ നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രം. ആശ്ചര്യവും കൗതുകവും എത്രയും കൃഷ്ണഭക്തിയും പൂണ്ടുകൊണ്ട് അവിടം വാഴെ പുമാന്മാരും അതേവിധം. ആദ്യം പറഞ്ഞു സ്ത്രീകൾ കൂട്ടം കൂട്ടമായി വന്നു. അതേപോലെ തന്നെ പുരുഷന്മാരും ഭക്തി കൂടിയിട്ടുള്ളവർ, പുണ്യം കൂടിയിട്ടുള്ളവർ ഭഗവാനെ ഒന്ന് നമസ്കരിക്കണു. മുകുന്ദൻ്റെ പല ലീലാകഥ ചൊല്ലി രസിക്കവേ അമ്പാർന്നണഞ്ഞാറവിടം എത്രയോ മഹിതർഷികൾ. മഹാന്മാരായ ഋഷിവര്യന്മാർ കൂട്ടം കൂട്ടമായിട്ട് വന്നവിടെ. അരവിന്ദാക്ഷനെ കാണാൻ അത്യന്തം പുണ്യശാലികൾ. ഋഷീശ്വരന്മാർ അത്യന്തം ഭാഗ്യശാലികളും പുണ്യശാലികളും. ദ്വൈപായനൻ ഭരദ്വാജൻ നാരദൻ ചവ്യനൻ ഭൃഗു വാമദേവൻ യാജ്ഞവൽക്യൻ മാർക്കാണ്ഡേയൻ ബൃഹസ്പതി വസിഷ്ഠൻ കശ്യപൻ വിശ്വാമിത്രൻ ഭാർഗവൻ. ആ വിധം എത്ര മഹർഷിമാരുടെ കാര്യമാണ് പറഞ്ഞത്. ഈ മഹർഷിമാരെ ഉണർന്നെണീട്ട് കാലത്ത് മനസ്സിൽ ഇവരുടെ പേരുകൾ ഉച്ചരിക്കണം തന്നെ വലിയ കാര്യമാണ് സന്ധ്യാസമയത്ത്. ഇപ്പം ഇവിടെ ആരൊക്കെയാണെന്നാണ് പറഞ്ഞത്? ദ്വൈപായനൻ ഭരദ്വാജൻ നാരദൻ ചവ്യനൻ ഭൃഗു വാമദേവൻ യാജ്ഞവൽക്യൻ മാർക്കാണ്ഡേയൻ ബൃഹസ്പതി വസിഷ്ഠൻ കാശ്യപൻ വിശ്വാമിത്രൻ ഭാർഗവൻ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് 8, 2, 10, 3, 13 ആൾ അവിടെ ഉണ്ട്. എന്നിട്ടോ പേരെന്തും ഋഷിമാരൊക്കെ എഴുന്നേറ്റു സമസ്തരും. പേരെന്തും മഹാന്മാരാണെന്ന് ഘോഷിക്കപ്പെട്ടിട്ടുള്ളവരെ
സജ്ജനങ്ങളുടെ ഇടയിൽ പേര് കിട്ടിയിട്ടുള്ളവർ. പേരെന്തും ഋഷിമാരെ കണ്ടെഴുന്നേറ്റു സമസ്തരും കൃഷ്ണനും രാമനും ധർമാത്മജൻ മുമ്പായ ഭൂപരും. അതായത് ധർമാത്മജൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മപുത്രർ. അതവിടെ എഴുതി വെച്ചുള്ള ഞാൻ. അപ്പോൾ പേരെന്തും ഋഷിമാരൊക്കെ കണ്ടെഴുന്നേറ്റു സമസ്തരും കൃഷ്ണനും രാമനും ധർമാത്മജൻ മുമ്പായ ഭൂപരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എത്ര വലിയ ഈശ്വരനാണെങ്കിലും ബ്രാഹ്മണരെ കണ്ടാൽ ഭക്തി പ്രകടിപ്പിക്കും. അത് നമ്മൾക്ക് വലിയൊരു ഗുണപാഠമായിരിക്കണം, നമ്മൾ എത്ര വലിയ ആൾക്കാരാണെങ്കിലും ശരി. ഇപ്പോൾ ഞാൻ ഏതാനും സപ്താഹങ്ങൾക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ നടത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ സപ്താഹത്തിന് ബ്രാഹ്മണർ പൂജയ്ക്ക് വരുമ്പോൾ ഞാൻ അവരെ നമസ്കരിക്കും. കാരണം എന്താ, എനിക്കതൊരു വലിയൊരു പോസിറ്റീവ് എനർജിയുടെ വൈബ്രേഷൻ. പുതിയ ലാംഗ്വേജാണ്. അതേമാതിരി ഇവിടെ മുള്ളൻ്റെ ഈസ്റ്റിൽ നീലം നഗറിൽ ഒരു സപ്താഹം ഉണ്ടായി. അവിടെ ബ്രാഹ്മണരായിരുന്നു ജാസ്തി ഓഡിയൻസ്. അവർക്കൊക്കെ എന്നെ വലിയ ഇഷ്ടമായിരുന്നു. എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നമസ്കരിച്ചു യദുപുങ്കവന്മാരാം മുനിവര്യരെ പൂജിച്ചാർ ആദരത്തോടും നാഥൻ്റെ തിരുവായ് മൊഴി ആസ്വദിപ്പതിന്. അപ്പോൾ പൂജിച്ചാർ ആദരവോട്. ആദരം ഇല്ലാത്ത പൂജ നിലനിൽക്കില്ല. പൂജിച്ചാർ ആദരത്തോടും നാഥൻ്റെ തിരുവായ് മൊഴി ആസ്വദിപ്പതിന് ഉൾപ്പൂവിലോർത്തും കൊണ്ടവരെ വരും. ഭഗവാൻ എന്തെങ്കിലും രണ്ടക്ഷരം പറഞ്ഞാൽ ധന്യായി എന്ന് പറഞ്ഞിട്ടാണ് അവർ വെയിറ്റ് ചെയ്യണം. നിശബ്ദം വാഴേ വണ്ണം തൊഴുതോതി മഹാപ്രഭു. എല്ലാവരും സൈലൻ്റായിട്ടിരുന്നപ്പോൾ ഭഗവാൻ താഴെ പറയുന്ന പോലെ സംസാരിച്ചു. എന്താ സംസാരിച്ചത്? ഇന്നോർക്കിൽ ഞങ്ങൾ തൻ ജന്മം സബലം താൻ അസംശയം. ഞാൻ യദുകുലത്തിൽ കൃഷ്ണനായി പറഞ്ഞതിൻ്റെ ഗുണം ഇന്നാണ് എനിക്ക് കിട്ടിയത്. കാരണം എന്താ, ഇത്രയും മഹാപ്രഭാവമുള്ള ഋഷീശ്വരന്മാരെ ഒന്നായിട്ട് ഞാൻ കണ്ടുല്ലോ, എനിക്ക് കാണാൻ പറ്റിയല്ലോ. ആലോചിച്ച് നോക്കണം. ഭഗവാൻ എന്ത് ലീലാവിനോദം ചെയ്യുമ്പോഴും ആകാശത്തുനിന്ന് ഇപ്പോൾ ഇവിടെ 13 ആളുടെ പേരേ പറഞ്ഞിട്ടുള്ളൂ. പേര് പറയാത്ത എത്രയോ മഹാന്മാരുണ്ട് ഇവിടെ. അവരൊക്കെ വന്ന് നോക്കും ഭഗവാന്റെ ലീലാവിലാസങ്ങൾ. പ്രശ്നമുണ്ടോ? അപ്പോൾ ഭഗവാൻ പറയണു, ഇന്ന് എൻ്റെ ജീവിതം സഫലമായി എന്നാണ്. മഹാഭാഗവതന്മാരാം നിങ്ങളെ കാണുക. കാരണം അവരാരാ? ഭാഗവതം പഠിക്കുന്ന ആൾക്കാരാണ്. അതായത് ഭഗവാനെ പറഞ്ഞതും ഭഗവാനെ പറ്റി പറഞ്ഞതും ഭഗവാനാൽ പറഞ്ഞ കാര്യങ്ങൾ അവർ അനുവർത്തിച്ച് വരുന്നുണ്ട്. തീർത്ഥസ്നാനങ്ങളും നോമ്പും വിളക്കും വഴിപാടുമായി തൃപ്തിപ്പെടുന്നവർക്ക് ഈ വണ്ണം സാധിപ്പതു മഹാത്ഭുതം. ഇവിടെ ഇതിൻ്റെ ശരിക്കുള്ള അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ പറയാണ്, ഭഗവാന്റെ തത്വശാസ്ത്രങ്ങൾ മനസ്സിലാക്കാതെ കണ്ട് തീർത്ഥസ്നാനങ്ങളും നോമ്പും വിളക്കും വഴിപാടുമായി തൃപ്തിപ്പെടുന്നവർക്ക് ഈ വണ്ണം സാധിപ്പത് മഹാത്ഭുതം. സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. ഇത് പറഞ്ഞാൽ നമ്മൾ തെറ്റി. ഭാഗവതം മൈനസ് വഴിപാട് ഒന്നുമില്ല, നത്തിങ്. വിലക്കെടുക്കില്ല എന്നാണ് പറഞ്ഞത്. കണ്ടാൽ തന്നെ മനഃശുദ്ധി വളർത്തിയിടുന്നു സജ്ജനം. കണ്ടാൽ തന്നെ മനഃശുദ്ധി വളർത്തിയിടുന്നു സജ്ജനം. തീർത്ഥവും ക്ഷേത്രവും മറ്റും സർവവും മെല്ലെ മെല്ലെയാം. വഴിപാടുകളെ കൊണ്ട് മെല്ലെ വളരെ സ്ലോ ആയിട്ടേ കാര്യങ്ങൾ നടക്കുള്ളൂ. അതാണ് സത്സംഗത്തിൻ്റെ മഹിമ. അഗ്നിയും സൂര്യനും മറ്റും ഭേദഭാവന കാരണം അജ്ഞാനം നീക്കുകിൽ അത്ര വേഗം നല്ലോർക്കെളുപ്പമാം. വളരെ മൈ ഗോഡ് എന്ന് എഴുതി വെച്ചിരുന്നത്. അഗ്നിയും സൂര്യനും മറ്റും ഭേദഭാവന കാരണം
ചിലവർ അഗ്നിയെ പൂജിക്കുന്നവരുണ്ട്, പിന്നെ അർക്കൻ സൂര്യനെ പൂജിക്കുന്നവരുണ്ട്. അവർക്ക് കൂടി ഭേദഭാവന കാരണം അജ്ഞാനം നീക്കുകിൽ അത്ര വേഗം നല്ലോർക്ക് എളുപ്പമാം. നല്ലോർക്ക് എന്ന് പറയുന്നതാ ജഗദീശ്വരനെ നേരിട്ട് അർപ്പിക്കുന്നവർക്ക് എളുപ്പമാണ്. എന്നിട്ടോ പറയണോ, ഞാനെന്നത് ഈ വെറും ദേഹം, ഞാൻ എന്നത് വെറും ഈ ദേഹം, വാദപിത്തകപാത്മകം, വാദം പിത്തം കഫം കൂടിയിട്ടുള്ളത് ത്രിദോഷങ്ങളെ, എൻ്റേതോ ഭാര്യയും വീടും മക്കളും മാത്രം ആ വിധം. അങ്ങനെ വിചാരിക്കുന്നവർക്ക് ഐഹിക പാരത്രിക സുഖങ്ങൾ രണ്ടും കിട്ടില്ല. എൻ്റെ എന്ന് വിചാരിച്ചിട്ടുള്ളവർ. ഞാനെന്നത് ഈ വെറും ദേഹം, വാദപിത്തകപാത്മകം, എൻ്റേതോ ഭാര്യയും വീടും മക്കളും മാത്രം ആ വിധം. ദേവൻ ക്ഷേത്രങ്ങളിൽ കാണും ഓരോ ബിംബങ്ങൾ മാത്രവും. വളരെ ഓപ്പണായിട്ട് ഇത് ആരാ ടച്ച് ചെയ്തിട്ടുള്ളത്? വേദവ്യാസരുടെ ഭാഗവതത്തിനെ താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരിപ്പാട് ഒരു 10,000 ശ്ലോകങ്ങളെ കൊണ്ട് കൂട്ടിയെഴുതിയിട്ടുണ്ട്. അതാണ് ദേവൻ ക്ഷേത്രങ്ങളിൽ കാണും ഓരോ ബിംബങ്ങൾ മാത്രവും. തീർത്ഥം വെറും ജലം മുങ്ങിക്കുളിച്ചാൽ തന്നെ ശുദ്ധനാം. വെറുതെ മുങ്ങിക്കുളിച്ചാൽ ശുദ്ധനായി. പക്ഷേ ഭാവം ചേറ്റും കുളത്തിലാണ് കുളിച്ചത്, ഭാവം ഗംഗയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫലായി. അതാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഈ വിധം തൃപ്തി കൊള്ളുന്ന മർത്യൻ്റെ നിലശോച്യമാം. ഇങ്ങനെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ അന്ധക്കരണ ശുദ്ധിയില്ലാതെ കൊണ്ട് ചെയ്യണത്. ഈ വിധം തൃപ്തി കൊള്ളുന്ന മർത്യൻ്റെ നിലശോച്യമാം, മർത്യൻ്റെ നിലശോച്യമാം. എത്രയൊന്നെങ്കിലും വിശ്വാസാദരം സജ്ജനങ്ങളിൽ വിശ്വാസ ആദരം. ഇത്രയാണെങ്കിലും ഇങ്ങനെയാണെങ്കിലും വിശ്വാസാദരം സജ്ജനങ്ങളിൽ ഇല്ലാതെ വാഴൂ ചിലരിന്ന് ഇത്തരം പടും മൂഢരെ. അപ്പോൾ ഈ സജ്ജനങ്ങളെ കണക്കാക്കാതെ കണ്ട് അമ്പലത്തിൽ വഴിപാട് ചെയ്തിട്ട് ഞെളിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഒരു ഗുണമില്ല എന്ന് ഞാനല്ല കേട്ടോ പറഞ്ഞത്, എനിക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ വായിക്കുമ്പോൾ എനിക്ക് പറയേണ്ടിരിക്കാനും ആവശ്യം. അപ്പോൾ ഇത്രയാ എന്നെങ്കിലും വിശ്വാസ ആദരം സജ്ജനങ്ങളിൽ ഇല്ലാതെ വാഴൂ ചിലരിന്ന് അത്തരം പടുമൂടരെ. വെറും കഴുതയെപ്പോലെ മഹാത്മാർ കരുതില്ലയോ? കരുതും. കൂടുതൽ ജ്ഞാനികൾ ഇവരെ കണ്ടാൽ കഷ്ടം, ജന്മം പാഴായില്ലോ എന്ന് മൂക്കത്ത് വിരൽ വയ്ക്കും. ആത്മശുദ്ധി വളർത്തിയിടുന്നതും തന്നെ തുണപ്പതും, ആത്മശുദ്ധി വളർത്തിയിടുന്നതും തന്നെ തുണപ്പതും ഉപകാരത്തിനുതകുന്നതും സാധുജനങ്ങളാം. സാധുജനങ്ങളെ, സാത്വിക ഗുണനിധികളെ കണ്ടുമുട്ടിയാൽ അത് ജീവന് വല്ലാത്തൊരു പിന്നെന്താണെന്ന് പറയുക ഉത്കൃഷ്ട ഭാവത്തിലേക്ക് എത്തിക്കും. ആത്മശുദ്ധി വളർത്തിയിടുന്നതും തന്നെ തുണപ്പതും ഉപകാരത്തിനുതകുന്നതും സാധുജനങ്ങളാം. മാധുര്യമേറും നാഥൻ്റെ മുഴുകേട്ടുടൻ ഏവരും ഭ്രമിച്ചു തൻ തൃപ്പാദങ്ങളോർക്കിൽ മിന്നുന്ന നമ്മളെ. അപ്പോൾ ഉപകാരത്തിനുതകുന്നതും സാധുജനങ്ങളാം എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ ഋഷീശ്വരന്മാരും അവിടെ കൂടി നിന്നിട്ടുള്ള മറ്റ് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരും എന്താ പോയി കേൾക്കണത്? മാധുര്യമേറും നാഥൻ്റെ മൊഴി കേട്ടുടനെ വരും ഭ്രമിച്ചു തൻ തൃപ്പാദങ്ങളോർക്കിൽ മിന്നുന്ന നമ്മളെ. വിശേഷൻ ഇത്രയും വാഴ്ത്തിച്ചൊൽകയാണെന്തൊരത്ഭുതം. നമ്മളേനെ ഭഗവാൻ ഇത്ര പുകഴ്ത്തി പറയുന്നുണ്ടല്ലോ. പുണ്യതീർത്ഥാദി നിന്ദിപ്പാനല്ല കേവലം ഈശ്വരൻ. അതായത് തീർത്ഥങ്ങളെയും മറ്റും നിന്ദിക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ പറഞ്ഞത്, ഇവരുടെ കേമത്തനം വലുതാണെന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്.
ചൊൽവത് ഈ ഭക്തലോകത്തെ മാനിപ്പാൻ വേണ്ടി മാത്രമാം. ചൊൽവത് ഈ ഭക്തലോകത്തെ ഋഷീശ്വരന്മാരുടെ ലോകത്തെ മാനിപ്പാൻ വേണ്ടി മാത്രമാം എന്നോർത്തുമല്ലേ ഒട്ടൊന്നു ചിരിച്ചോതി മഹർഷികൾ. അവരൊരു പുഞ്ചിരിയോട് കൂടിയിട്ട് ഒരു കമൻറ്റ് പാസ്സായി. ഈ ഞങ്ങൾ അല്പജീവന്മാർ. ഇതിൽ ഓരോരുത്തരും എത്ര കേമന്മാരാണെന്ന് ഇപ്പോൾ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ അല്ലേ. അവർ പറയണു ഞങ്ങൾ അല്പന്മാരാണ്, ഞങ്ങൾക്ക് ഒരുപാട് പുരോഗമിക്കാനുണ്ട്, അതിനു വേണ്ടി അങ്ങയുടെ അനുഗ്രഹം വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു ഈ ഞങ്ങൾ അല്പജീവന്മാർ, നീയോ സർവനിയാമകൻ. ഏതൊരാൾക്ക് ഇയലും മായാശക്തി കൊണ്ട് ഞങ്ങളേവരും തത്വജ്ഞാനികളെന്നാലും ഭ്രമിക്കുന്നു മഹാപ്രഭു. തത്വജ്ഞാനികൾ, ഞങ്ങൾ തത്വജ്ഞാനികളാണെങ്കിലും ചിലപ്പോൾ മായയിൽ ഭ്രമിക്കണം. അത്രയും അസഹ്യമാണ് അങ്ങയുടെ മായ ജയിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. ആ വിധം മിന്നും അവിടുന്ന് അരുളി ചെയ്വത് അത്ഭുതം. അങ്ങനെ ഇരിക്കെ അങ്ങ് ഇപ്പോൾ ഈ പറഞ്ഞത് ഒരു വിശ്വാസത്തിലെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറഞ്ഞത്. വിശ്വാസയോഗ്യമാവണില്ല. സ്വർണ്ണക്കടകേയൂരകുണ്ടലാദികളാം വിധം സ്വർണം കടകേയൂരകുണ്ടലാദികളാം വിധം കാരണാവസ്ഥയിൽ താനൊന്ന സംഖ്യം കാര്യമാവുകിൽ. അതായത് എന്തൊക്കെ ആഭരണങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ ഉപദാന കാരണം സ്വർണ്ണമാണ്. കടക എന്തൊക്കെ നിങ്ങൾക്ക് കാതിലേക്ക്, മൂക്കിലേക്ക്, കഴുത്തിലേക്ക്, കൈകളിലേക്ക് ഒക്കെ എന്തൊക്കെ പേരുണ്ടോ അതൊക്കെ സ്വർണ്ണമാണ്. പേര് മാത്രം വ്യത്യാസമുണ്ട്. അതേപോലെയാണ്. അപ്പോൾ കാരണാവസ്ഥയിൽ താനൊന്ന സംഖ്യം കാര്യമാവുകിൽ സർവം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചും അതൊന്നിലും വികാരമെന്നതേൽക്കായവതെന്തോരാശ്ചര്യം പ്രഭോ. അങ്ങ് എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്, അങ്ങയുടെ സൃഷ്ടിയപാരം, അങ്ങയുടെ പരിപാലന താല്പര്യം അതിലേറെ, അങ്ങയുടെ ലയനം പ്രാപിക്കൽ അത് അതിലേറെ. എന്നിട്ടും അങ്ങ് ഒരു ലെവലേശം തലക്കനമില്ല അങ്ങേക്കെന്നാ. അങ്ങനെയുണ്ടല്ലോ. സർവം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചും അതൊന്നിലും വികാരം എന്നതേൽക്കായവതെന്തൊരാശ്ചര്യം മാം പ്രഭോ. പൂർണ്ണനാം നിൻ്റെ ജന്മാതിചരിതം പരമാത്ഭുതം. 2 വരി, 1.5 വരിയാണ്, പക്ഷെ അത് ഒരു 1.5 വരിയാണ്. ഇനി പൂർണ്ണനാം നിൻ്റെ ജന്മാതിചരിതം പരമാത്ഭുതം. അധർമ്മം നീക്കി ധർമ്മത്തെ രക്ഷിപ്പാനെന്നും ഈ വിധം വർണ്ണാശ്രമാദി കൈ കൊണ്ടു വിളങ്ങുന്നു പരാൽപരൻ. അപ്പം പല ഉത്തരങ്ങളുണ്ട് അതിൽ. എന്തിനാണ് ഈ ചാതുർവർണ്ണ്യം? ഉത്തരമുണ്ട്. അധർമ്മം നീക്കി ധർമ്മത്തെ രക്ഷിപ്പാൻ എന്നും ഈ വിധം വർണ്ണാശ്രമാദി കൈ കൊണ്ട് വിളങ്ങുന്നു പരാൽപരൻ. ശമാധി പരിശീലിച്ചു വേദമാർഗത്തിനത്രയും പ്രകാശം മരുളും ബ്രഹ്മകുലം മാനിപ്പൂ നീ വിഭോ. ബ്രഹ്മർഷിമാരേനെ, ദേവർഷിമാരേനെ, ഋഷീശ്വരന്മാരെ മൊത്തത്തിൽ അങ്ങ് ബഹുമാനിക്കണു. കാരണം എന്താ ഉണ്ടോ? ശമാധി പരിശീലിച്ചു. ശമം കണ്ടൻമെൻറ്റ്, സംതൃപ്തി എന്നൊക്കെ അർത്ഥം പറയണം. ക്ഷമയും ഒക്കെ ഉണ്ട് അതിൽ. അപ്പോൾ ശമാധി പരിശീലിച്ചു വേദമാർഗത്തിനെത്രയും പ്രകാശമരളം ബ്രഹ്മകുലം മാനിപ്പൂ നീ വിഭോ. ശ്രേയോ നിധാനമേ. ശ്രേയസ്സിൻ്റെ നിധാനമായിരിക്കുന്നവനേ. ശ്രേയോ നിധാനമേ നിൻ തൃപാദ സാന്നിധ്യമാർന്ന് ഇതാ. ശ്രേയോ നിധാനമേ നിൻ തൃപാദ സാന്നിധ്യമാർന്നിതാ. സാഫല്യമാർന്നു ഞങ്ങൾക്കു ജന്മവും സർവവിദ്യയും. ഞങ്ങൾ ജന്മം സഫലമായി എന്ന് മാത്രമല്ല, ജന്മവും സർവവിദ്യയും ലോകസംഗ്രഹമോർത്തും കൊണ്ടവിടുന്ന് അമ്പോടെ ഈ വിധം. ലോകസംഗ്രഹം, ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉപകരിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും നമുക്ക് ഗുണപാഠമാണ്. ലോകത്തിന് വേണ്ടി നമ്മുടെ ഓരോരുത്തരുടെയും എന്താ പറയുക, കോൺട്രിബ്യൂഷൻ എന്താ?
എനിക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട് എൻ്റെ ഗുരുനാഥൻ്റെ കാര്യത്തിൽ. എന്താ കാരണം? എനിക്ക് ഇപ്പോൾ എൻ്റെ ക്രെഡിറ്റിൽ നിയർ അബൌട്ട് 4000 പ്രഭാഷണങ്ങളുണ്ട്. എല്ലാം കൂടിയിട്ട് അതിൽ 3, 4, 5, 7, 10 മിനിറ്റിൻ്റെ സുഭാഷിതം കൂടിയിട്ട് നീതിസാരം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളും കൂടിയിട്ട് ഞാൻ ലോകസംഗ്രഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണത്. എന്ന് പറഞ്ഞെന്താ, ഞാൻ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് കുറേ കാലം കഴിയുമ്പോൾ ഞാൻ കാലഹരണപ്പെട്ടു പോയാലും പട്ടാമ്പി രാജഗോപാലനും എന്നാൽ റെഫർ ചെയ്തിട്ടുള്ള എൻ്റെ സഹോദരന്മാരും എന്നും ജീവിച്ചു കൊണ്ടിരിക്കും. കാരണം എന്താ, ആരാണ് ഇവരെ? കാരണം അതാണ് ഇതിൻ്റെ സിദ്ധാന്തം. അപ്പോൾ ലോകസംഗ്രഹം ഓർത്തും കൊണ്ടവിടുന്ന് അമ്പോടി വിധം മരുളി ചെയ്വതെല്ലാം ഇങ്ങ് അമൃതം തന്നെയാം പ്രഭു. അമൃതം മരണമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കാൻ ഉതകുന്നതാണ്. ഞങ്ങൾക്ക് ഉൾപൂവിൽ മിന്നേണ്ടും പരമാനന്ദഗന്ധമേ. വേറൊരു വിശേഷണം, ഞങ്ങൾക്ക് ഉൾപൂവിൽ മിന്നേണ്ടും പരമാനന്ദഗന്ധമേ ഇതാ നമസ്കരിക്കുന്നേൻ തൃപാദകമലങ്ങളിൽ. വേറൊന്നും ചെയ്യണ്ട, നമസ്കരിക്കുക. വേർപ്പ് പൊടിയട്ടെ, ഷുഗറൊക്കെ പമ്പ കിടക്കും, മുട്ടുംകാല വേദനയൊക്കെ മാറും. സ്വാന്തം മായയിൽ മഹാത്മ്യം ആകെ മൂടും ദയാനിധേ. സ്വന്തം മായയിൽ മഹാത്മ്യമാകെ മൂടും ദയാനിധേ. അടുത്തുതാൻ വിലസും ഈ ഭൂപരോ യദുവര്യരോ അറിയുന്നില്ല വേണ്ടും പോലെ അവിടത്തേക്കെഴുന്നില്ല. ഈ ചങ്ങാതിമാരും കൂട്ടരൊക്കെ ഉണ്ടല്ലോ, അവരെന്തൊക്കെയോ ഭ്രമിച്ചിട്ട് എന്തൊക്കെയോ ചെയ്യണമെന്നല്ലാണ്ടേ ശരിക്കും അങ്ങയുടെ ഐഡൻറ്റിറ്റി അവർക്ക് മനസ്സിലായിട്ടില്ലാതാവുന്നത്. പ്രത്യേകിച്ച് അങ്ങയുടെ അച്ഛന് അറിയുന്നില്ല വേണ്ടും പോലെ അവിടത്തേക്കെഴുന്നില്ല. സ്വപ്നം കൺമളവ് ഓർത്തിടും അതേ നേരന്നു സർവരും. സ്വപ്നം കാണുമ്പോൾ അത് ശരിയാണെന്ന് തോന്നും. സ്വപ്നം ശരിയല്ല, സ്വപ്നം മിഥ്യയാണ്. ശരീരം ക്ഷീണിക്കുമ്പോൾ ഉണ്ടാവുന്ന അവശനില. മണിയടിച്ചു അമ്പലത്തിൽ പ്രശ്നല്ലേ. അപ്പോൾ അറിയുന്നില്ല വേണ്ടും പോലെ അവിടത്തേക്ക് എഴുന്നില്ല. സ്വപ്നം കാൺമളവ് ഓർത്തിടും അതേ നേരുന്നു സർവരും അല്ലേ. പിന്നെയാണ് നമുക്ക് മനസ്സിലാവുക അത് മിഥ്യയാണെന്നുള്ളത്. അപ്പോൾ അല്ലാതെ ഞാൻ ഇന്നവൻ എന്നോർമ്മയ്ക്കില്ലതു മാതിരി. സ്വപ്നം കഴിഞ്ഞു, പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. സ്വപ്നതുല്യങ്ങളാം നാമരൂപങ്ങളിൽ മയങ്ങുവോൻ. സ്ത്രീ, പുരുഷൻ, ഭാര്യ, ഭർത്താവ്, പദവികളും കൂടും ഒന്നുമില്ലേ. മക്കൾ, ആൺമക്കൾ, പെൺമക്കൾ, മരുമക്കൾ, മരുമോൻ, മരുമകളെ, വാട്ട് എവർ യു കാൾ, എല്ലാം താൽക്കാലിക. ആത്മാവിനെ മറന്ന് അന്തര്യാമിൻ കാൺമീല നിന്നെയും. ആത്മാവിനെ മറന്ന് അന്തര്യാമിൻ കാൺമീല നിന്നെയും എന്ന് പറഞ്ഞാൽ അന്തര്യാമി എന്ന് പറഞ്ഞത് ആരേനെ? ആത്മാവിന് തന്നെയാണ്. പാപങ്ങൾ പോക്കിയിടും ഗംഗയ്ക്കാസ്പദം നിൻ പദാംബുജം. സാക്ഷാൽ ഗംഗ എത്രയോ ആൾക്കാർക്ക് പരിശുദ്ധി കൊടുക്കണം. പക്ഷേ അതിന് ആശ്രയം ആരാ? അങ്ങയുടെ തിരുപാദപത്മങ്ങൾ. ബ്രഹ്മാവ് തൻ്റെ സ്വന്തം കമണ്ടലുള്ള ജലം കൊണ്ട് പാദപ്രക്ഷാളനം ചെയ്തതാണ് ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കാണുവാൻ ഭാഗ്യമാർന്നുള്ളോർ ഞങ്ങൾക്ക് ഇനിയും ഈ വിധം. ഞങ്ങൾക്ക് വളരെയധികം പ്രത്യാശകളുണ്ട്. ഇതേപോലെ അങ്ങയെ ഇനിയും കണ്ടുമുട്ടാനുള്ള ഇടവരട്ടെ. കാണുവാൻ ഭാഗ്യമാർന്നുള്ളോർ ഞങ്ങൾക്കിനിയും ഈ വിധം എന്നും ദർശന സൗഭാഗ്യം അരുളേണം മഹാപ്രഭു. അതിന് സംഗതി വരുത്തണം എന്നാണ്. അങ്ങുമായിട്ട് സാമീപ്യം, സായൂജ്യം, സാരൂജ്യം, സാലോക്യം ഒക്കെ മുക്തിയാണ്, മോക്ഷമാണ്. അതിനുള്ള അവസരം അങ്ങുണ്ടാക്കി തരണം എന്നാണ് പറഞ്ഞത്. പണ്ടുള്ള മഹിതാത്മാക്കൾ ഇതേ തൃപ്പാദപങ്കജം ധ്യാനിച്ചാം നിൻ പ്രസാദത്താൽ വിശുദ്ധിഗതിയാർന്നതും.
അതായത് അങ്ങിപ്പോൾ ദ്വാപരയുഗത്തിൻ്റെ അവസാനം ആണല്ലോ ഇപ്പോൾ അല്ലേ? അപ്പോൾ പിന്നെ ഇനി കലിയുഗത്തിലും കൃതയുഗത്തിലും ദ്വാപരത്തിലും ഒക്കെ ഇപ്പം അങ്ങ് കൃഷ്ണനാണ്, ദ്വാപരത്തിൽ ശ്രീരാമനാണെന്ന് വ്യത്യാസമുള്ളൂ. മറ്റുള്ള സ്ഥലത്ത് മീനായിട്ടും വാമനനായിട്ടും നരഹരിയായിട്ടും അതുകൊണ്ടാണ് പറഞ്ഞത്, പണ്ടുള്ള മഹിതാത്മാക്കൾ ഇതേ തൃപ്പാദപങ്കജം ധ്യാനിച്ചാം നിൻ പ്രസാദത്താൽ വിശുദ്ധഗതിയാർന്നതും. അത് കഴിഞ്ഞിട്ട് 36-ാമത്തെ അവസാനത്തെ ശ്ലോകം ഒരു 1.5 ശ്ലോകമാണ്. ഈ മട്ട് ഉണർത്തി മഹിതർഷികൾ അംബുജാക്ഷനോടും യുധിഷ്ഠിരനോടും ധൃതരാഷ്ട്രനോടും കൈകൂപ്പി യാത്ര ഉര ചെയ്വത് കണ്ടു ചൊല്ലി വന്നിച്ചു മല്ലേ വസുദേവൻ അലിഞ്ഞ് ഈ വണ്ണം. അപ്പോൾ ഇത് വസുദേവരെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആര്? സാക്ഷാൽ ഭഗവാന്റെ വസുദേവൻ വസിക്കുന്ന ദേവൻ്റെ അച്ഛൻ വാസുദേവൻ കേട്ടോ. ഈ മാട്ടുണർത്തി മഹിതർഷികൾ അംബുജാക്ഷനോടും യുധിഷ്ഠിരനോടും ധൃതരാഷ്ട്രനോടും കൈകൂപ്പി യാത്ര ഉര ചെയ്വത് കണ്ടു ചൊല്ലി വന്നിച്ചുമല്ലേ വസുദേവൻ അലിഞ്ഞ് ഈ വണ്ണം. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ നവനവത്യധികശതതമ സർഗഃ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അടുത്ത ഭാഗം നാളെ പറയാം, കാരണം 26 മിനിറ്റ് കഴിഞ്ഞു. പ്രൊഫഷനെ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സിന് വേണ്ടിയിട്ട് വേണ്ട. അപ്പോൾ അടുത്തതേതാ? 200-ാം സർഗം. മഹർഷിമാരോട് വസുദേവരുടെ ചോദ്യവും യാഗാനുഷ്ഠാനവും. വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഭാഗവതം മൂലം പഠിക്കണ ആൾക്കാർ ഉണ്ടല്ലോ ഇപ്പോൾ ഇതിൽ, അവർ ഗുരുവായൂരിൽ ഇടയ്ക്ക് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ശ്രീകൃഷ്ണ കഥാമൃതം പുസ്തകം ഔട്ട് ഓഫ് പ്രിൻ്റാണ്, പ്രിൻ്റിലാണെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. കോപ്പി ഉണ്ടോ ചോദിക്കുക. ഉണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. മനസ്സിലായില്ലേ? പച്ച മലയാളത്തിൽ ഭാഷാ സൗകുമാര്യം കൂടും, ഭക്തി വർദ്ധിക്കുന്നുള്ളത് ഉറപ്പാണ്. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. നാളെ കാണാം.